കിട്ടും, അങ്ങനെയല്ലേ? നിങ്ങൾ എടുത്ത പേരുകൾ മാറ്റാൻ സാധിക്കില്ല. പക്ഷേ ഈ 3 പേരുടെയും ഫാമിലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് 750 പോയിന്റുകൾ വേണമെങ്കിൽ. അപ്പോ അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഒന്നെങ്കിൽ ഈ 750 ഇല്ലല്ലോ, നമുക്ക് ഈ 750 പോയിന്റ്സ് വേണോ അതോ ആ ഫാമിലിന് വരണോന്ന് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ്? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാണ് ടാസ്ക്. തീരുമാനിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കുക. ഈ ആഴ്ചത്തെ പണിപ്പുര ടാസ്ക് വീക്കെൻഡിലോട്ടുള്ളത് നമുക്ക് ഉണ്ട്. പക്ഷെ ഫാമിലി വരിക പറഞ്ഞാൽ അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് കാണുമ്പോൾ തന്നെ എന്താ പറയാ, നമുക്ക് തന്നെ ഫുഡ് കഴിച്ച പോലെയല്ല, നമുക്ക് മനസ്സിനൊരു സന്തോഷം. ഫുഡ് കഴിച്ച് നമ്മൾ ഇന്ന് കഴിച്ച് നാളെ കഴിച്ച് അത് ഓർത്തിരിക്കില്ല. പക്ഷെ ആ ഒരു മൊമെന്റ് ഇറ്റ്സ് വാല്യുബിൾ അല്ലേ? ഇത്രയും പേര് പട്ടിണി കിടക്കില്ല, കുറച്ചെങ്കിലും ഫുഡ് ആൻഡ് എവറിത്തിങ് അല്ലേ? ഫുഡ് ആവശ്യം എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണത്. ഫുഡ് ആവശ്യമുണ്ട്, പക്ഷെ അതിനേലേറെ ഇമോഷന് വാല്യൂ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഫുഡ് ഇല്ലെങ്കിലും ഒരു ഫാമിലിയിൽ ഒരു ഫുഡ് ഇല്ലെങ്കിലും അവിടെ സന്തോഷം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോവാം അല്ലേ? നമ്മളാണെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും വന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വരുമ്പോ അത് അവരുടെ ഒരു സന്തോഷമാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്നും ഓർക്കും. നമ്മൾ അല്ലാതെ ബിഗ് ബോസിൽ 27ാമത്തെ ദിവസം നമ്മൾ ഇന്ന ഫുഡ് കഴിച്ച് നമ്മൾ ഓർക്കത്തില്ല അല്ലേ? എല്ലാരും വരണ്ടേ? എല്ലാരും വരണം. ബട്ട് ഞാൻ ചോദിക്കട്ടെ, എല്ലാരും ഫുഡിനും ഡ്രസ്സിനൊക്കെ വേണ്ടി എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളെ വിട്ടേക്കുന്നത്. അതുകൊണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഡ്രസ്സും ഫുഡും എപ്പോ വേണമെങ്കിലും ഇടാം, എപ്പോ വേണമെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോ അത് കഴിച്ച് പിന്നെ അടുത്ത ദിവസം നമ്മൾ അത് ഓർത്തിരിക്കല്ല. പക്ഷെ ഫാമിലി നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ എനിക്ക് അപ്പോ ഇപ്പൊ ഫാമിലി വരണം എന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി പണിപ്പുരയിലേക്ക് പോവാൻ പറ്റൂല ബിഗ് ബോസ്. 750 പോയിന്റ് കിട്ടില്ല എന്നല്ലേ ബിഗ് ബോസ് ഉള്ളൂ? ബാക്കി ടാസ്ക് ഉണ്ടല്ലോ അല്ലേ? വേറെ ടാസ്ക് ബാക്കി ടാസ്കുകളുണ്ട്. പക്ഷേ ഈ 750 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കില്ല. ഒരു ഫാമിലി വന്ന എല്ലാവരുടെയും ഫാമിലി വന്നത് അത് അന്ന് അതൊരു സന്തോഷമല്ലേ? അതെല്ലാവർക്കും അത് മാത്രം വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഹാർട്ട് ബ്രേക്കിംഗ്. ഐ നോ ദാറ്റ്. ഫുഡിന്റെ കാര്യം നമ്മളൊരു സൂപ്പ് കഴിച്ചിട്ടെങ്കിലും നമ്മൾ ജീവിച്ചതാ, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, നമുക്ക് ഡ്രസ്സും ഇത് ത്യജിക്കാം.